11 ദിവസങ്ങളിലെ നീണ്ട അനിശ്ചിതത്വത്തിന് ശേഷം ഇന്നലെ നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്, കേരള മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു കോൺഗ്രസ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ CLP ലീഡറെ, പാർലമെന്ററി പാർട്ടി ലീഡറെ തീരുമാനിച്ചു. ആ പാർലമെന്ററി പാർട്ടി ലീഡർ VD സതീശനാണ്. ഏറ്റവും അന്തിമഘട്ടത്തിലാണ് ആ തീരുമാനമുണ്ടായത്. ഏതാണ്ടൊരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ് വരെ വളരെ കൃത്യമായി തീരുമാനിച്ചു വെച്ചിരുന്നത് KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരാളെയാണ്. അദ്ദേഹം നമുക്കറിയാം, അഖിലേന്ത്യാ സംഘടനാകാര്യ സെക്രട്ടറിയാണ്, കോൺഗ്രസിലെ രണ്ടാമത്തെ ആളാണ്. പാർലമെന്ററി പാർട്ടിയിലും വലിയ ഭൂരിപക്ഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം ആകെയുള്ള 63 പേരിൽ ഏതാണ്ട് 43 പേരും അദ്ദേഹത്തെ തന്നെയാണ് പിന്തുണച്ചിരുന്നത് എന്ന് മാത്രമല്ല, ബാക്കിയുള്ള 5 പേർ കൂടി ഹൈക്കമാൻഡ് പറയുന്നത് പോലെ കേൾക്കാം എന്ന് പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട്ലി അത് KC വേണുഗോപാലിന് കൊടുക്കുന്ന പിന്തുണയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ വിശദമായി അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ അറിയാവുന്നത് കൊണ്ട് നമ്മൾ തന്നെ പലരും KC ആണ് മുഖ്യമന്ത്രി എന്നുള്ളത് പറഞ്ഞ് ഞാനടക്കം നിരവധി ആളുകൾ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ പിന്നീട് എങ്ങനെയാണ് അത് VD സതീശനിലേക്ക് എത്തിയത് KC വേണുഗോപാലിൽ നിന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നമ്മുടെ ചാനലിനെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞുകൊണ്ട്, നമ്മുടെ ചാനലിൽ ഒരു മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ആ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ലെവൽ 1-ൽ 179 ലെവൽ 2-ൽ 389 ലെവൽ 3-ൽ 799 രൂപയാണ്. ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ലെവലുകൾ മുകളിലേക്ക് വേറെയും ഉണ്ട്. മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണമുണ്ടാകും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഏതാനും ചില വീഡിയോകൾ നേരത്തെ കാണാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളെ പോലെ വളരെ സത്യസന്ധമായ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനൽ ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇത് മന്ത്ലി ഉള്ളൊരു മെമ്പർഷിപ്പാണ്. അതേസമയം ഒരൊറ്റ തവണത്തേക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് വേണ്ടിയിട്ട് നാളെ നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ കൂടി കൊടുത്തിട്ടുണ്ട്. കൂടാതെ മറ്റൊരു വിശേഷപ്പെട്ട കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. കാരണം നമ്മളൊരു പുതിയ ചാനൽ കൂടി വരുന്നുണ്ട്. ആ ചാനലിലേക്കുള്ള പ്രമോ നമ്മൾ ഈ ചാനലിൽ ആദ്യമേ തന്നെ അപ്ലോഡ് ചെയ്യും. കാരണം ആ ചാനലിൽ നമ്മൾ കുറച്ചും കൂടി ഒരു വലിയ ലെങ്തി ആയിട്ടുള്ള വീഡിയോകൾ പോഡ്കാസ്റ്റുകളിലാണ് ഇടാൻ ആലോചിക്കുന്നത്. അതൊരു മാസത്തിൽ 2-3 പോഡ്കാസ്റ്റുകളാണ് ചിലപ്പോൾ ഉണ്ടാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ പോഡ്കാസ്റ്റ്, എങ്ങനെയാണ് പിണറായി വിജയൻ തോറ്റതും അതുപോലെ തന്നെ VD സതീശൻ ജയിച്ചതും, അതിൻ്റെ പിന്നിലുള്ള തന്ത്രങ്ങൾ എന്തായിരുന്നു, സ്ട്രാറ്റജികൾ എന്തായിരുന്നു, ആരൊക്കെ തമ്മിൽ ചേർന്നിട്ടാണ് ജയിച്ചത് എന്നുള്ളതിനെ കുറിച്ചുമൊക്കെ ഉള്ള ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ആ ചാനലിലെ മറ്റു വിശേഷങ്ങൾ ഞാൻ നേരത്തെ പറയാം. അത് BCC വിത്ത് RC എന്ന് പറയുന്ന ഒരു ചാനലാണ്. ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് എന്ന് പറയുന്നതാണ് എൻ്റെ ഫുൾ ചുരുക്കെഴുത്താണ് BCC എന്ന് പറയുന്നത്. വിത്ത് RC എന്ന് പറയുന്ന ഒരു ചാനലാണ് ഉണ്ടാവുക. BCC വിത്ത് RC എന്ന് പറഞ്ഞാൽ ഒരു ഈ പറഞ്ഞ പോലെ ജനകീയ പൊതുബോധത്തിനും അപ്പുറം എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതിൽ വിത്ത് രതീഷ് ചക്രവാണി എന്ന് പറയുന്ന പോഡ്കാസ്റ്റുകളാണ് ഉണ്ടാവുക. വളരെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസുകളാണ്. ആരും തന്നെ പറയാത്ത അത്തരത്തിലുള്ള പോഡ്കാസ്റ്റിന് വേണ്ടി നിങ്ങൾ തൽക്കാലം കാത്തിരിക്കൂ. നാളെ നമ്മൾ അത്തരത്തിലുള്ള ഒരു പോഡ്കാസ്റ്റ് അപ്ലോഡ് ചെയ്യും. അതിൻ്റെ ഒരു പ്രമോ വീഡിയോയും നമ്മൾ ഇതിനകത്ത് തന്നെ ഇടും എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞോട്ടെ. അപ്പോൾ അതിൻ്റെ ചാനലിലും നിങ്ങളെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളത് ഞാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളത് മാത്രം അറിയിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിലേക്ക് കിടന്നാൽ പിന്നീട് എങ്ങനെയാണ് ഈ പറയുന്ന തീരുമാനിച്ചു വെച്ചൊരു തീരുമാനം മാറിയത് എന്നുള്ളതാണ്. ആദ്യമത്തെ തീരുമാനം കുറച്ചും കൂടി എളുപ്പമുള്ളതായിരുന്നു. അത് കോൺഗ്രസിന്റെ എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് സാധാരണ ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിലായി രാഹുൽ ഗാന്ധിയും അതുപോലെ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ തന്നെ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം, എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ പലപ്പോഴും പാർലമെന്ററി പാർട്ടിയുടെ ലീഡറായി തിരഞ്ഞെടുക്കുന്നത് ആരെ, അവർ കഴിയുന്നത്ര ആ പാർലമെന്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ ഇല്ലാത്ത ആളുകളെയും ഒക്കെ നിയമിച്ചിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടെ അതെല്ലാം KC വേണുഗോപാലിന് അനുകൂലമായിരുന്നു. പക്ഷേ ഒരു പൊതുവായിട്ട് തെരുവുകളിൽ വലിയ പ്രകടനവും ജനവികാരവും ഒക്കെ ഉണ്ട് എന്ന് പറയുന്ന തോന്നലുകൾ ചില ചാനലുകൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ ഏഷ്യാനെറ്റ് മീഡിയ വണ്ണൊക്കെ കൂടി ഉണ്ടാക്കിയിട്ടുള്ള അത്തരത്തിലുള്ള പുകിലുകളും, കൂടാതെ വളരെ ഓർഗനൈസ്ഡ് ആയി ഒട്ടും നാച്ചുറൽ അല്ലാതെ ഓർഗാനിക്കലായി അല്ലാതെ പകരം ആർട്ടിഫിഷ്യലായി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രകടനങ്ങളും ഒക്കെ തന്നെ ഹൈക്കമാൻഡിൽ ഒരു സംശയം ഉണ്ടാക്കി എന്നുള്ളതൊരു വാസ്തവമാണ്. അപ്പം അങ്ങനെ സംശയം ഉണ്ടാക്കിയപ്പോൾ നേതാക്കന്മാരെയൊക്കെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവരൊക്കെ തന്നെ പറഞ്ഞു ഇത് ഓർഗനൈസ്ഡ് അല്ല, ഇതൊക്കെ വേണമെന്ന് വിചാരിച്ചാൽ KC വേണുഗോപാലിനോ രമേശ് ചെന്നിത്തലക്കോ കൂടി ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലായി. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനിടയിൽ സംഭവിച്ചു. അല്ലാതെ ഈ ജനവികാരം കണ്ട് ഭയന്നിട്ടൊന്നുമല്ല ഹൈക്കമാൻഡ് അത്തരത്തിലുള്ള തീരുമാനമെടുത്തത്. ഇവിടെ നിന്ന് പോയിട്ടുള്ള PC വിശ്വനാഥും ഷാഫി പറമ്പിലും അതുപോലെ AP അനിൽകുമാറും സണ്ണി ജോസഫും അടക്കമുള്ള ഇപ്പോഴത്തെ ഭാരവാഹികളും, കൂടാതെ മുൻ ഭാരവാഹികളായിട്ടുള്ളതിൽ VM സുധീരനും അതുപോലെ K മുരളീധരനും സതീശനെ പിന്തുണച്ചപ്പോൾ MM ഹസനും അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ അദ്ദേഹം ഫോണിലൂടെയാണ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള മറ്റു പല നേതാക്കളും ഒക്കെ തന്നെ
കൃത്യമായിട്ട് കെ സി വേണുഗോപാലിനെ പിന്തുണച്ചു എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ വലിയ ഒരു പിന്തുണയും തന്നെ ആദ്യമേ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് ആളുകളുടെ പിന്തുണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാലിനെ തീരുമാനിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഒരു 3 ദിവസം മുമ്പ് വരെ. പക്ഷേ കഴിഞ്ഞ ഒരു 48 മണിക്കൂറുകൾക്ക് മുമ്പ് ചില പ്രത്യേകമായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായി. ആ സംഭവ വികാസങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് നമുക്കറിയാം വി.ഡി. സതീശന്റെ പിന്നിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ അടക്കം. അപ്പൊ അവരുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസിന്റെ ഭാഗമായി മുസ്ലിം ലീഗിന്റെ വയനാട് ജില്ലാ കമ്മിറ്റി ആദ്യമേ തന്നെ പ്രിയങ്ക ഗാന്ധിയെ തങ്ങളുടെ ഇംഗിതം അറിയിച്ചിരുന്നു. കൂടാതെ മുസ്ലിം ലീഗിന്റെ ആളുകൾ ഈ പ്രിയങ്ക ഗാന്ധിയെ വിളിക്കുകയും പ്രിയങ്ക ഗാന്ധിയോട് അടുത്ത തവണ 2029 തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്, അടുത്ത തവണ വയനാട്ടിൽ നിന്നാൽ ജയം ഉറപ്പ് നൽകാൻ ഞങ്ങൾക്ക് കഴിയില്ല, കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായിട്ട് വരികയാണെങ്കിൽ എന്ന് പറയുന്ന അഭിപ്രായം കൂടി പറഞ്ഞു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും പ്രിയങ്ക ഗാന്ധിക്ക് ഇടപെടേണ്ട ഒരു അവസ്ഥയുണ്ടായി. കാരണം അവരിപ്പോൾ ഇലക്ഷനിൽ നിന്ന് ജയിക്കില്ല എന്നുള്ള ഭയം കൊണ്ട് മാത്രമല്ല, പക്ഷെ ഇവിടെ നിന്ന് അവർ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. അത് വലിയ തോതിൽ ഒരു തിരിച്ചടിയാകും എന്നുള്ളത് കണ്ടു. കൂടാതെ മുസ്ലിം ലീഗിന്റെ ആളുകൾ മറ്റൊരു അഭിപ്രായം കൂടി പറഞ്ഞു. അഭിപ്രായം ഉപതെരഞ്ഞെടുപ്പ് സംഭവിക്കുകയാണെങ്കിൽ, അത് പാർലമെന്റിലേക്കാണെങ്കിലും ഇനി നിയമസഭയിലേക്കാണെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പുകൾ സംഭവിക്കുകയാണെങ്കിൽ അവിടെയും ജയം ഉറപ്പുണ്ടാകും എന്ന് വിചാരിക്കുക വയ്യ, ജനഹിതം നേരെ തിരിച്ചാണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും കൊണ്ട് തന്നെ ഇതൊരു വലിയ പ്രധാനപ്പെട്ട വിഷയമായി മാറുകയും പ്രിയങ്ക ഗാന്ധി ആകെ ആകുല ചിന്തയായിട്ട് സോണിയാഗാന്ധിയെ വേണ്ടി ബന്ധപ്പെടുകയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടി സംസാരിക്കുകയും സോണിയാഗാന്ധി ഉടനെ തന്നെ രാഹുൽ ഗാന്ധിയെ വിളിച്ചു പറയുകയും ചെയ്തതുകൊണ്ടാണ് നാളെ 11 മണിയോടുകൂടി ഇത് പ്രഖ്യാപിക്കുമെന്ന് പറയുന്ന കാര്യമൊക്കെ തന്നെ പിന്നീട്, അല്ലെങ്കിൽ ഇന്ന് രാത്രി പ്രഖ്യാപിക്കുമെന്ന് പറയുന്ന കാര്യം തന്നെ പിന്നീട് നീട്ടിവെച്ചത്. അങ്ങനെ നീട്ടിവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ചർച്ചകൾ ഉണ്ടായപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം കെ സി വേണുഗോപാലിനോട് പിൻവാങ്ങാൻ പറയാമെന്നും അദ്ദേഹത്തിന് ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള പോസ്റ്റ്, ഇപ്പൊ നിൽക്കുന്ന പോസ്റ്റ് തന്നെ പ്രോമിനന്റ് ആണ്, ചില പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇനി അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹത്തിന് ഓഫർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. ചെയ്യുമെന്ന് പറഞ്ഞാലോ അത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് വലിയ സ്ഥാനമൊന്നുമല്ല. കാരണം ഇപ്പൊ തന്നെ മല്ലികാർജുൻ ഖാർഗെ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ സ്വാധീനമുള്ള ഒരാളാണ് കെ സി വേണുഗോപാൽ. കാരണം അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയുടെ പുറത്ത് അത്രത്തോളം വലിയ സ്വാധീനമുണ്ട്. അപ്പൊ രാഹുൽ ഗാന്ധി വളരെ വ്യസന സമയത്ത് ഇദ്ദേഹത്തെ രാവിലെ വിളിക്കുകയും രാവിലെ വിളിച്ച് ഇദ്ദേഹം ഏതാണ്ട് 1.25 മണിക്കൂർ 1.5 മണിക്കൂർ തന്നെ സംസാരിക്കുകയും രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി അടക്കം എത്തുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പൊ ഇവരെല്ലാവരുമായിട്ട് സംസാരിക്കുകയും നിങ്ങൾ പറഞ്ഞാൽ എന്ത് കേൾക്കും, ഞാൻ മാറിത്തരുമെന്ന് പറഞ്ഞുകൊണ്ട് കെ സി വേണുഗോപാൽ തന്റെ ക്ലെയിം വേണ്ടെന്ന് വെക്കുകയും എന്നാൽ പ്രഖ്യാപിക്കുന്ന ചടങ്ങിലേക്ക് കെ സി വേണുഗോപാൽ പോകാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഏറ്റവും ലാസ്റ്റ് മിനിറ്റിൽ ഇത്തരത്തിലുള്ള ഒരു ഇടച്ചിലുണ്ടായത്, വലിയൊരു പ്രഷർ ഉണ്ടായത്. ആ പ്രഷറിന് ഹൈക്കമാൻഡ് യഥാർത്ഥത്തിൽ വഴങ്ങിയിരിക്കുന്നു. പക്ഷെ ഇതുകൊണ്ടിട്ട് ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ തന്നെ കെ സി വേണുഗോപാലിനെ പിടിവിട്ടു, കെ സി വേണുഗോപാലിന് ഇനി യാതൊരുവിധ സ്വാധീനം ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കരുത്. കാരണം ഈ വി.ഡി. സതീശന് മുഖ്യമന്ത്രി പദം ഓഫർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ വലിയ ഭൂരിപക്ഷം പാർലമെന്ററി പാർട്ടിയിൽ കെ സി വേണുഗോപാലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കെ സി വേണുഗോപാൽ ചോദിക്കുന്ന പോർട്ട്ഫോളിയോകളും അത്തരത്തിലുള്ള പോർട്ട്ഫോളിയോകൾ കൃത്യമായിട്ട് ആരൊക്കെ മന്ത്രിമാരാക്കണം എന്നുള്ളതൊക്കെ തന്നെ മഹാഭൂരിപക്ഷം തീരുമാനിക്കാൻ പോകുന്നത് കെ സി വേണുഗോപാലാണ്. അത് 6 പേരെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി 6 അല്ലെങ്കിൽ 4 5 6 7 വരെ ആയാൽ പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. വി.ഡി. സതീശനോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ആളുകളെ കൂടി ഇപ്പൊ അക്കോമഡേറ്റ് ചെയ്യും, അവരെ കൂടി അക്കോമഡേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വലിയ പവർ, അധികാരം കെ സി വേണുഗോപാലിന്റെ കയ്യിലേക്ക് കൂടി ഉണ്ടാവുന്നു. അദ്ദേഹവും ഈ മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് വലിയ പ്രാമുഖ്യം കിട്ടുന്നു. പണ്ട് എ കെ ആന്റണിയുടെയൊക്കെ കാര്യത്തിൽ കരുണാകരന്റെ കാര്യത്തിൽ എ കെ ആന്റണിക്ക് ഉണ്ടായതുപോലെയുള്ള ഒരു ഗ്രൂപ്പിലെ തലവനായി അദ്ദേഹം മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയ വിഷമത്തോടും സങ്കടത്തോടും കൂടിയാണെങ്കിലും തന്റെ കൈവെള്ളയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ള ഒരു മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം ത്യജിച്ചിരിക്കുന്നു എന്നാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ അത്ര സുഗമമായിരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ആകെ 10 മന്ത്രിമാരാണ് ഉള്ളത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ 11 പേരാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശന് കൊടുത്തു. അതുകൊണ്ട് ഇനിയിപ്പോൾ 1-2 മന്ത്രിമാരായിരിക്കും, ചിലപ്പോൾ 1 മന്ത്രിയായിരിക്കും മിക്കവാറും വി.ഡി. സതീശന് കിട്ടാൻ പോവുക. കൂടാതെ നിങ്ങൾ അറിയേണ്ടത് ഒരു മന്ത്രിമാരെ ചിലപ്പോൾ രമേശ് ചെന്നിത്തലക്ക് 1-2 പേരെ കിട്ടി, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ വലിയ രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇനി കൂടുതൽ നമ്പേഴ്സ് ഒന്നും കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ ഏറ്റവും കുറഞ്ഞത് ഒരു 5-6 പേരുടെയെങ്കിലും പിടി യഥാർത്ഥത്തിൽ കെ സി വേണുഗോപാലിന്റെ കയ്യിലിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതാണ് ഏറ്റവും അവസാനത്തെ 72 മണിക്കൂറുകളിൽ ഡൽഹിയിൽ നടന്ന നാടകങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഗാന്ധി ഏറ്റവും ഒടുവിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും കെ സി വേണുഗോപാലിനോട് ഞാൻ സംസാരിക്കാമെന്നും സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തെ അനുനയിപ്പിക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ്
അതിരാവിലെ 8 ഒരു ഏതാണ്ട് 1.25 മണിക്കൂർ 1 മണിക്കൂറും 20 മിനിറ്റും രാഹുൽ ഗാന്ധി വിശദമായി കാണുകയും ഞാൻ പാർട്ടിക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്. അത് ഹൈക്കമാൻഡിന്റെ മുന്നിലുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായാൽ വി ഡി സതീശൻ എപ്പോൾ വേണമെങ്കിലും മാറ്റപ്പെടാം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടുള്ളത്, എനിക്ക് മുഖ്യമന്ത്രി ആയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എന്നെ മുസ്ലിം വിരുദ്ധനായിട്ടും അതുപോലെ തന്നെ ഹിന്ദു നിലപാടുള്ള ഒരാളായിട്ടും ഒക്കെ ചിത്രീകരിക്കുകയും എൻ്റെ ഇമേജിനെ ടാർണിഷ് ചെയ്യാനായിട്ട് ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും എൻ്റെ ഫ്ലക്സുകൾക്ക് നേരെ കരിയോയിലൊഴിക്കുകയും തുപ്പുകയൊക്കെ ചെയ്യുന്ന പ്രവൃത്തികൾ ഉണ്ടായി എന്നുള്ളതുമാണ് കെ സി വേണുഗോപാൽ വളരെ വിഷമത്തോടുകൂടി രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് വഴിയെ പരിഹരിക്കാമെന്നും അതിനെല്ലാം തന്നെ പരിഹാരം ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി രാഹുൽ ഗാന്ധി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം. ഇതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ വി ഡി സതീശനെ പ്രഖ്യാപിച്ചത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. വി ഡി സതീശനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കാൻ വരുമ്പോഴും ഇപ്പോഴും നിങ്ങൾ നോക്കിയാൽ അറിയാം, പലപ്പോഴും നഷ്ടപ്പെട്ട കെ സി വേണുഗോപാൽ കുറച്ചുകൂടി ചിരിച്ചുകൊണ്ടാണ് ഇതിനെ നേരിട്ടതെങ്കിൽ വി ഡി സതീശന്റെ ബോഡി ലാംഗ്വേജിൽ അദ്ദേഹം അത്തരത്തിലൊന്നും വലിയ ആഹ്ലാദം ഉള്ള ഒരാളായി നമുക്ക് തോന്നാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അദ്ദേഹത്തിന് മൂക്കുകയർ ഇട്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കുന്നു. പക്ഷേ താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വി ഡി സതീശന് മുഖ്യമന്ത്രി സ്ഥാനം ഓഫർ ചെയ്തിരിക്കുന്നു. പണ്ട് CPM-ന്റെ ഭരണകാലത്ത് VS അച്യുതാനന്ദൻ എങ്ങനെയാണോ മുഖ്യമന്ത്രിയെ ഭരിച്ചത്, അത് പാർട്ടിയുടെ കടുത്ത നിയന്ത്രണത്തിലായിരുന്നു. അതുപോലെയുള്ള കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് വരുന്ന ആളുകളിൽ വലിയ ഫൈറ്റുകളിലേക്ക് താൻ എത്തിപ്പെടാൻ പോകുന്നു എന്നുള്ള തോന്നൽ കൊണ്ടാണ് ഒരു ഫ്രീ ഹാൻഡുള്ള മുഖ്യമന്ത്രിയെ മാറാത്തതിൻ്റെ സങ്കടം പോലും നമുക്ക് വി ഡി സതീശന്റെ മുഖത്ത് കാണാൻ കഴിയുന്നത്.